പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി വോട്ടു ചെയ്യുക നമ്മുടെ കടമയാണ്. ഒരു കഥ കേൾക്കൂ. പ്രകാശഗോപുരം. പ്രകാശപുരം ഗ്രാമം ഒരു കാലത്ത് സമാധാനത്തിലും സത്യസന്ധതയിലും അഭിമാനിച്ചിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അഴിമതിയുടെ ഇരുണ്ട നിഴൽ ഗ്രാമത്തിനെ വിഴുങ്ങാൻ തുടങ്ങി. ഗ്രാമത്തിലേക്ക് വരുന്ന പദ്ധതികൾ വഴിമാറി. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടു. ഗ്രാമപാതകൾ പൊട്ടിപ്പൊളിഞ്ഞു. സാധു വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയത്തിന് ഉറപ്പുള്ള കെട്ടിടം, നല്ല കളിസ്ഥലം ഇവയെല്ലാം വെറും സ്വപ്നമായി അവശേഷിച്ചു. അഴിമതി തൊട്ടു തീണ്ടാത്ത, അധികാരക്കൊതിയില്ലാത്ത നന്മയുള്ള ചെറുപ്പക്കാർ വന്നാലേ ഗ്രാമം രക്ഷപ്പെടുകയുള്ളൂ എന്ന് പുതിയ തലമുറ തിരിച്ചറിഞ്ഞു. അവർ ഒത്തുകൂടി പ്രകാശഗോപുരം എന്നൊരു സംഘടന രൂപീകരിച്ചു. മടികൂടാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ചെറുപ്പക്കാരുടെ സംഘം യോഗം കൂടി തീരുമാനമറിയിച്ചു. ഇനി നമുക്ക് മിണ്ടാതിരിക്കാനാവില്ല. അഴിമതിയില്ലാത്ത ഭാവിയാണ് നമുക്ക് വേണ്ടത്. പുതിയതായി വോട്ടവകാശം ലഭിച്ച മീര ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിരവധി പേർ അതിനെ പിന്തുണച്ച് തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചു. കൃത്യമായ പരിചരണവും മരുന്നും ലഭിക്കാത്ത അമ്മമാരുടെ കഥകൾ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, വല്ലാതെ വിഷമിച്ച് അലയുന്ന പട്ടിണിക്കോലങ്ങൾ, പണി ആരംഭിച്ച ശേഷം ബലക്ഷയം മൂലം ഉപേക്ഷിച്ച പാലങ്ങൾ, അറ്റകുറ്റപ്പണികൾക്ക് സഹായം ലഭിക്കാതെ നിലം പൊത്താറായ വീടുകൾ, പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾ, ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കാത്ത വീടുകളും പ്രദേശങ്ങളും, വേണ്ടത്ര വിദ്യാഭ്യാസം നേടുന്നതിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഓരോന്നായി പറഞ്ഞു. എന്നാൽ ഭരണാധികാരികൾ സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് കുതിച്ചപ്പോൾ സാധുജനങ്ങൾ ആനുകൂല്യം ലഭിക്കാതെ കിതച്ചു. ചെറുപ്പക്കാർ ഒരേ മനസ്സോടെ പറഞ്ഞു, നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ പുതുലോകം സൃഷ്ടിക്കാൻ കഴിയും. യുവാക്കൾ ഗ്രാമത്തിലെ ഓരോ വീട്ടിലും പോയി ബുദ്ധിപൂർവം കാര്യങ്ങൾ സംസാരിച്ചു. അഴിമതിയിലൂടെ അവർക്ക് നഷ്ടപ്പെട്ട സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പലരുടെയും കണ്ണുകൾ നനഞ്ഞു. സമൂഹത്തിൻ്റെ ഭാവിയെ കവർച്ച ചെയ്യലാണ് അഴിമതി. വരും തലമുറയ്ക്ക് വേണ്ടി വിഭവങ്ങൾ ബുദ്ധിപൂർവം സൂക്ഷിച്ചു വയ്ക്കേണ്ട സമയത്ത് സ്വന്തം ഇഷ്ടത്തിനു വേണ്ടി അവ നശിപ്പിക്കുന്നത് വലിയ തെറ്റാണ്. അവർ ഒരു മുന്നണിയായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശപുരത്തെ കാറ്റിന് പുതുമയുടെ സുഗന്ധവും തണുപ്പുമുണ്ടായിരുന്നു. ജനങ്ങൾ ശാന്തമായി വോട്ട് ചെയ്തു. അന്നു മുതൽ ഗ്രാമത്തിൻ്റെ കഥ മാറി. പുതിയ നേതാക്കൾ യുവാക്കളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. ആളുകൾ ഓരോന്നായി തിരിച്ചറിഞ്ഞ അഴിമതിയില്ലാത്ത ലോകം സ്വപ്നം മാത്രമല്ല എന്നവർ മനസ്സിലാക്കി. നാളെ നീതിയുള്ള ലോകം വേണമെങ്കിൽ ഇന്ന് നമുക്കൊരുമിച്ച് നിൽക്കാം. അഴിമതിയില്ലാതെ വിജയിക്കാം. ചെറുപ്പക്കാരുടെ വാക്കുകൾ കേട്ട് എല്ലാവരും വോട്ട് ചെയ്തു. പ്രകാശഗോപുരമായി മാറിയ അവർ ഒന്നൊഴിയാതെ ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ചു. ഗ്രാമത്തിന് അവരുടെ ഭരണം ഐശ്വര്യം സമ്മാനിച്ചു.